Hello friends, welcome to my channel Sargam EduTech. Please like, comment and share. Subscribe our channel കൂടാതെ ബെൽ ഐക്കൺ enable ചെയ്യുക. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. സ്വതന്ത്ര ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം മിശ്ര സമ്പദ് വ്യവസ്ഥ. പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? ഉത്തരം എം വിശ്വേശ്വരയ്യ. കായിക മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് പദവി ലഭിച്ച ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവ്? ഉത്തരം നീരജ് ചോപ്ര. ആരോഗ്യപ്പച്ച എന്ന ഔഷധത്തെ ലോകത്തിനു പരിചയപ്പെടുത്തിയത്? ഉത്തരം കുട്ടിമാത്തൻ കാണി. പിൻകോഡിനു പകരം കേന്ദ്രം നടപ്പിലാക്കാനൊരുങ്ങുന്ന സംവിധാനം? ഉത്തരം ഡിജിപിൻ. ഗൂഗിളിന് ബദലായി ഓപ്പൺ എഐ പുറത്തിറക്കിയ സെർച്ച് ബ്രൗസർ? ഉത്തരം അറ്റ്ലസ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ദീപശിഖ തെളിയിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം? ഉത്തരം IM വിജയൻ. ഇന്ത്യയിലെ കൊല്ലൂർ ഖനിയിൽ നിന്നും കുഴിച്ചെടുത്ത അമൂല്യ രത്നം? ഉത്തരം റീജന്റ് വജ്രം. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവിറോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം സുനിൽ അമൃത്. VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത്. നാസയുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം നൈസാർ. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 16. സൂററ്റ് സമ്മേളനം നടന്നതെന്ന്? ഉത്തരം 1907. നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം നടന്നതെന്ന്? ഉത്തരം 1916. 5 ഭൂഖണ്ഡങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമുദ്രാന്തർ വാർത്താവിനിമയ ശൃംഖല ഒരുക്കുന്ന വാട്ടർ ബെർത്ത് പദ്ധതി ഏത് സ്ഥാപനത്തിൻ്റെതാണ്? ഉത്തരം മെറ്റ. ആക്സിയം 4 ദൗത്യത്തെ ബഹിരാകാശ നിലയത്തിലെത്തിച്ച റോക്കറ്റ്? ഉത്തരം ഫാൽക്കൺ 9. GST നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 2017 ജൂലൈ 1. GSTയുടെ നിലവിലുള്ള 2 സ്ലാബുകൾ? ഉത്തരം 5%, 18%. ഡോക്ടർ KB മേനോൻ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.